എന്നെ തല്ലിയത് ശിവ. ഇത് ഞാനല്ലേ, ലഡ്ഡു സിംഗ്. കിഡ്നാപ്പർ ഇവനാണ്. കയ്യ് പൊക്കി നിക്കുന്നത് കണ്ടില്ലേ നീ? ഓ സോറി ലഡു സിംഗ് സർ, എന്തുകൊണ്ട് നിങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞില്ല. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. കൊച്ചെവിടെന്നാ ചോദിച്ചേ? യു കിഡ്നാപ്പർ. ഏതു കുട്ടിയുടെ കാര്യമായി പറയുന്നേ? നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കിഡ്നാപ്പർ അല്ല, കള്ളനാണ്, കള്ളൻ. ഞാൻ മോട്ടിക്കാനായിട്ട് അവിടെ വന്നപ്പോ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടു. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയതാ. ഈ കള്ളം പറയാണ്ട് നിക്ക്. ഈ എന്റെ മകനെ തിരിച്ചതാ, പറഞ്ഞത് കേട്ടില്ല? ഇല്ല ഇല്ല, ഞാൻ നിങ്ങളുടെ മകനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന്. ലഡു സിംഗ് സർ, പുള്ളിയെ കൊണ്ടുപോയിട്ട് ലോക്കപ്പിൽ ഇട്ടേക്കൂ. ഈ സംഭവങ്ങളൊക്കെ ശരിയാകുന്നവരെ ഈ പുള്ളിയെ പുറത്തേക്ക് വിടണ്ട. കറണ്ട് പോയാലും CCTV ക്യാമറയുടെ ബാറ്ററി ബാക്കപ്പ് ഉള്ളത് കൊണ്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയിട്ടില്ല. നമുക്ക് നോക്കാം ആ രാത്രി എന്താ സംഭവിച്ചെന്ന്. ഒന്ന് റിവൈൻഡ് ചെയ്ത്. ആ അവിടെ തന്നെ, ദാ അത് കണ്ടോ, അവിടെ ഒരു ട്രീ ഉണ്ട്. പക്ഷേ വേറെ ഫ്രെയിമില് ട്രീ ഇല്ല. പക്ഷെ നായകൾ അവിടെ വന്നാണ് കുരയ്ക്കുന്നത്. മരം പോവാനോ? മരം അങ്ങനെ മാഞ്ഞു പോവാറില്ലല്ലോ. ആദ്യത്തെ ഫ്രെയിം ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ ഗ്യാപ്പ് കുറവാണുള്ളത്. രണ്ടാമത്തെ ഫ്രെയിമിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. അതിന്റെ അർത്ഥം അവിടെ ഒരു മരം ഉണ്ടെന്നല്ലേ? ഇതെങ്ങനെ സംഭവിക്കാനാണത്? ഇത്ര ഉയരത്തിലുള്ള ഫെൻസിങ് മറികടന്ന് ആ മരം എങ്ങനെ വരാനാണ് ഇവിടെ? ഇത് നോക്കിയപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു വലിയ മാവും തോട്ടം ഉണ്ടായിരുന്നു. അവിടെ 4 ചുറ്റും ഉയരത്തില് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പാരാഗ്ലൈഡിങ്ങിന്റെ ഉടുപ്പിട്ടിട്ട് ഭയങ്കര സ്പീഡിൽ ഓടുവായിരുന്നു. അങ്ങനെ കാറ്റിൽ പറക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തോട്ടത്തിന്റെ നടുക്കിറങ്ങുമായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിച്ച് ഞങ്ങള് പുറത്തേക്കും വരുമായിരുന്നു. ഓ എന്റെ ആദി, നീ ഒരു ജീനിയസ് ആട്ടോ. നീ ഒരു ക്ലൂവാ തന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ ഞാനിപ്പോ എന്താ പറഞ്ഞത്? അതായത് ട്രീ അകത്തേക്ക് പറന്നു തന്നെയാണ് വന്നത്, പറന്നു തന്നെയാണ് പുറത്തേക്കും പോയത്. പക്ഷെ ശിവ, ട്രീ എങ്ങനെയാണ് പറന്നു വരുന്നേ? അതെങ്ങനെയായാലും പറന്നു തന്നെ വന്നിരിക്കുന്നേ. ഒരു കോടി എടുത്തിട്ട് വാ, എന്നിട്ട് നിന്റെ കുട്ടി എടുത്തിട്ട് പോകോ. ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ എവിടെയാണെന്ന് പറയേ. എവിടെയാണ് കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പണമായിട്ട് കാറിൽ പൊക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. കാറും വരുന്നുണ്ട്. അതിന്റെ പുറകെ കുറെ കുട്ടികളും വരുന്നുണ്ട്. സൈക്കിളിലാ വരുന്നത്. ഒരു സൈക്കിളില് ഇൻസ്പെക്ടറും കൂടിയാ വരുന്നത്.